ഇന്ത്യൻ മത്സ്യത്തൊഴിലാളിക്ക് നേരെ ശ്രീലങ്കൻ സേനയുടെ വെടിവെപ്പ്. 5 മത്സ്യത്തൊഴിലാളികൾക്ക് വെടിവെപ്പിൽ പരിക്കേറ്റു. ജാഫ്ന കടലിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, ഏറെ നാളായി ശ്രീലങ്കൻ സേനയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അറസ്റ്റുകളും അതേപോലെ തന്നെ ബോട്ട് പിടിച്ചെടുക്കലും മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യലുമൊക്കെ ഏറെ നാളായി ഉണ്ട്. ഇപ്പോൾ ഈ ഒരു അപകട വാർത്ത അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകടം നടന്നതിന് ശേഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായി, ശ്രീലങ്കയുടെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീലങ്ക ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 5 മത്സ്യത്തൊഴിലാളികളെയാണ് മത്സ്യബന്ധനത്തിന് പോയ 5 മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയാണ് ശ്രീലങ്കൻ നാവികസേന വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിർത്തി ലംഘിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ്, അതായത് പട്രോളിങ്ങിന് പോയ നാവികസേന ഇവർ അതിർത്തി ലംഘിച്ചു എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് നേരെ വെടിയുതിർക്കുന്നത്. 13 അംഗ സംഘമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ് മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ 5 പേർക്കാണ് വെടിയേറ്റിട്ടുള്ളത്. ഈ 5 പേരെ അപ്പോൾ തന്നെ ജാഫ്നയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ഇവർ ലോക്കൽ പോലീസിന്, നാവികസേന ലോക്കൽ പോലീസിന് കൈമാറുകയാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം തന്നെ ഇവർ 5 പേരും പുതുച്ചേരി സ്വദേശികളാണ്. ഈ പുതുച്ചേരി ഭാഗത്ത് വലിയ രീതിക്കുള്ള പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം കുറച്ചു മുൻപ് ഉണ്ടായിരുന്നു. ഇതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയും വിദേശകാര്യ മന്ത്രാലയവും എല്ലാം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രവണത മോശമായി പോയി എന്നുള്ളത് തന്നെയാണ്. വിദേശകാര്യ മന്ത്രാലയവും ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇത്തരത്തിലൊരു പ്രവണത മോശമായി പോയി. അതുപോലെ തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനുമെല്ലാം ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും, തങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നൽകുമെന്നുള്ള ഒരു കാര്യം വിദേശകാര്യ മന്ത്രാലയവും ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ശ്രീലങ്കയുടെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. അബദ്ധത്തിൽ വെടിയുതിർത്തതാണ്, അബദ്ധവശാൽ പറ്റിയതാണ് എന്നൊരു കാര്യമാണ് ഇക്കാര്യത്തിൽ ശ്രീലങ്ക പ്രതികരിച്ചിട്ടുള്ളത്. തമിഴ്നാട് മുഖ്യമന്ത്രിയും ഈ മത്സ്യത്തൊഴിലാളികളെ വിട്ടു നൽകണം എന്നുള്ള, ലോക്കൽ പോലീസിന് കൈമാറിയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ വിട്ടു നൽകണം എന്നുള്ള ഒരു ആവശ്യം തമിഴ്നാട് മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം നയതന്ത്ര ബന്ധത്തെ, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ഇത് ബാധിക്കാനുള്ള ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും പരിക്കേറ്റവർക്ക് വലിയ രീതിയിലുള്ള ഗുരുതരമായ പരിക്കുകളില്ല എന്നുള്ളൊരു കാര്യം ആശ്വാസമേകുന്നത് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ശ്രീലങ്കയുടെ പ്രതികരണമാണ് നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ കഴിയുന്നത്. അബദ്ധവശാൽ പറ്റി എന്നുള്ളൊരു കാര്യമാണ് ശ്രീലങ്ക അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു പ്രവണത കുറേ കാലമായിട്ട്, കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേ കാലമായിട്ട് ഇത്തരത്തിലുള്ള ബോട്ട് പിടിച്ചെടുക്കലുകളും മത്സ്യബന്ധന തൊഴിലാളികളെ പിടിച്ചുകൊണ്ടു പോകലും ഒക്കെയല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ പരിക്കേറ്റവരുടെ ഗുരുതര അവസ്ഥയല്ല അല്ലെങ്കിൽ ഗുരുതര പരിക്കുകളില്ല, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. കാളിദാസ്, തീർച്ചയായും അതിൻ്റെ നടപടികൾ ഒക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീലങ്കയുടെ ഭാഗത്തു നിന്നും കൂടി പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. അബദ്ധവശാൽ വന്ന ഒരു വെടിവെപ്പാണ് എന്നുള്ള തരത്തിലാണ് ശ്രീലങ്കയും പ്രതികരിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു മത്സ്യത്തൊഴിലാളികളെ വിട്ടയക്കുന്ന സാഹചര്യത്തിലേക്കെല്ലാം അല്ലെങ്കിൽ അതിനു വേണ്ട നടപടികളെല്ലാം ശ്രീലങ്ക സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.